എനിക്ക് നേതാക്കന്മാരെയോ പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത്രയധികം പ്രതിസന്ധിയിലാണ് നമ്മളിത് എടുക്കുന്നത്. നിങ്ങൾക്കറിയാമോ? കാരണം നമ്മൾ ജനിച്ച നാൾ നമ്മൾ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയും രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയൊക്കെ നമുക്ക് ഉറക്കം വന്നോ കാണുന്നത്. അത്തരം ഫോട്ടോകൾ കണ്ടാ ഈ പാർട്ടി പ്രവർത്തനത്തിലേക്ക് പദ്ധതി വരുന്നത്. ഇവിടെ ഈ കുട്ടനാട് സീറ്റ് പേയ്മെൻറ്റ് സീറ്റ് ആക്കരുത് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ കുട്ടനാട്ടിലെ ജനങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ ആയാലും നേതൃത്വത്തെ കണ്ടും ഒക്കെ വളരെ വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് കുട്ടനാട്ടുകാരനല്ലാത്ത, കുട്ടനാടിന് പുറത്തുള്ള ഒരു വ്യവസായി കുട്ടനാട്ടിൽ വന്ന് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അത് പേയ്മെൻറ്റ് രീതിയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതാരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് വ്യക്തമായി ഞാനിത് പറയാനായിട്ടാണ്. കാരണം ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം, ഞാനിപ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മൾ വലിയ രീതിയിൽ സന്തോഷവാനായിട്ട് എടുക്കുന്ന തീരുമാനമല്ല, വർഷങ്ങൾ ജനിച്ച നാൾ മുതൽ കണ്ട ഒരു പ്രസ്ഥാനമാണ്. അവിടെ നിന്ന് മാറേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന നിങ്ങളത് മനസ്സിലാക്കണം. കാരണം അത്രയധികം ത്യാഗം സഹിച്ച ഈ പ്രസ്ഥാനത്ത് നിന്നിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടല്ലോ, ലാത്തിച്ചാർജൊക്കെ വരുമ്പോൾ എല്ലാവരും മാറുമ്പോഴും എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ? കൂടെ നിൽക്കുന്ന ഒരുത്തിനെങ്കിലും അടിമേടിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ മുഴുവൻ മേടിക്കുമ്പോഴും അങ്ങനെ നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. അപ്പം എനിക്ക് നേതാക്കന്മാരെയോ പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത്രയധികം പ്രതിസന്ധിയിലാണ് നമ്മളിത് എടുക്കുന്നത്. നിങ്ങൾക്കറിയാമോ? കാരണം നമ്മൾ ജനിച്ച നാൾ നമ്മൾ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയും രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയൊക്കെ നമുക്ക് ഉറക്കം വന്നോ കാണുന്നത്. അത്തരം ഫോട്ടോകൾ കണ്ടാ ഈ പാർട്ടി പ്രവർത്തനത്തിലേക്ക് പദ്ധതി വരുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പ്രസ്ഥാനം പിടുന്നു എന്ന് കരുതി പ്രസ്ഥാനത്തെ കുറ്റം പറയാനോ നേതാക്കന്മാരെ കുറ്റം പറയാനോ ഞാൻ തയ്യാറല്ല. പക്ഷെ കുട്ടനാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കണം. അത് കുട്ടനാട്ടിലെ ജനങ്ങൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, കുട്ടനാടിനെ സംബന്ധിച്ച് വലിയ ചരിത്രം പിറക്കാൻ പോവുക കുട്ടനാട്ടിലെ മുഴുവൻ ജനങ്ങളും. കാരണം ഞാനൊരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ്. എന്നെക്കുറിച്ച് പറയുന്ന അത്തപ്പാടിയാണെന്ന് പറയുന്നത്. ശരിയാ, ഞാൻ പഠനത്തോടൊപ്പം ജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്ന 2000 എനിക്ക് 20 വയസ്സ് താഴെ ഉള്ളപ്പോൾ ഞാൻ അന്നത്തെ ചേതക്ക് സ്കൂട്ടർ 26,200 രൂപ റെഡി ക്യാഷിന് മേടിച്ചത്. ഞാൻ ജോലി ചെയ്ത് തന്നെ മേടിച്ചതാണ്. ഞാൻ അത്തപ്പാടിയാണ്. അതിനെക്കുറിച്ച് നിരവധി ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മറ്റ് നമ്മുടെ UDF സ്ഥാനാർത്ഥി വോട്ട് കഴിയുമ്പോൾ നമ്മൾ സാമ്പത്തികം മേടിച്ചു എന്നുള്ള ആരോപണങ്ങളാണ്. അത് കേൾക്കേണ്ടി വരികയല്ലേ? നിരവധി ആരോപണങ്ങൾ. നിങ്ങൾ എൻ്റെ ഒരു തുറന്ന പുസ്തകമായിട്ടൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഞാൻ ആരുടെയെങ്കിലും പൊതുപ്രവർത്തനത്തിന്, രാഷ്ട്രീയ പ്രവർത്തനം, പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനല്ലാതെ ആരുടെയെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടോ എന്ന് തിരക്കുക. നിരവധി ആരോപണങ്ങൾ വരികയാണ്. നമ്മൾ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടും. നമുക്ക് ആകപ്പാട് നമ്മുടെ വലിയ രീതിയിൽ പ്രതിസന്ധികളിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇത്തരം ആരോപണങ്ങളിലൂടെ കേൾക്കേണ്ടി വന്നുള്ള അവസ്ഥ എന്തുവാ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല, ഒരു നേതാക്കന്മാരെയും കുറ്റപ്പെടുത്താനില്ല. ഇത് പേയ്മെൻറ്റ് സീറ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നിങ്ങളത് പരിശോധിക്കുക. ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്താനോ അവസാന നിമിഷം വരെ 2 ദിവസം മുൻപ് വരെ കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും, കുട്ടനാട്ടുകാരനായിട്ടുള്ള ഒരാൾ മത്സരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതാണ്.